ബംഗ്ലാദേശ് ടാക്ക, ബംഗ്ലാദേശി തക ഖതയ. ബംഗ്ലാദേശിലെ വിനിമയ നാണയമാണ് ടാക്ക. ഇതിന്റെ ഔദ്യോഗിക ചിഹ്നം എന്നാണ് അന്താരാഷ്ട്ര കോഡ് ഖതയെ എന്നും. ഒരു ടാക്കയെ 100 പൈസ യഗവാണണ ആയി വിഭജിച്ചിരിക്കുന്നു. പ്രധാന വിവരങ്ങൾ. ചരിത്രം. 1971 പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 1972 മാർച്ചിലാണ് ബംഗ്ലാദേശ് സ്വന്തം കറൻസിയായ ടാക്ക അവതരിപ്പിച്ചത്. അതിനുമുമ്പ് പാകിസ്ഥാനി രൂപ ആയിരുന്നു അവിടെ നിലവിലുണ്ടായിരുന്നത്. പേരിന് പിന്നിൽ ടാക്ക എന്ന വാക്ക് പുരാതന സംസ്കൃത പദമായ തങ്ക, താങ്ക എന്നതിൽ നിന്നാണ് ഉണ്ടായത്. പണ്ട് വെള്ളി നാണയങ്ങളെ വിളിക്കാനാണ് ഈ പേര് ഉപയോഗിച്ചിരുന്നത്. കറൻസി നിയന്ത്രണം. ബംഗ്ലാദേശ് ബാങ്ക് ആണ് നോട്ടുകൾ പുറത്തിറക്കുന്നത്. എന്നാൽ 1-2 ടാക്ക നോട്ടുകൾ ധനകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയിലാണ്. നിലവിലുള്ള നോട്ടുകളും നാണയങ്ങളും. ബംഗ്ലാദേശിൽ നിലവിൽ പ്രചാരത്തിലുള്ള നോട്ടുകളും നാണയങ്ങളും താഴെ പറയുന്നവയാണ്. ബാങ്ക് നോട്ടുകൾ. 2, 5, 10, 20, 50, 100, 200, 500, 1000. ഇതിൽ 200 നോട്ട് 2020 ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പുറത്തിറക്കിയത്. നാണയങ്ങൾ 1, 2, 5 എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. 1, 5, 10, 25, 50 പൈസ നാണയങ്ങൾ നിയമപരമായി നിലവിലുണ്ടെങ്കിലും ഇപ്പോൾ വിനിമയത്തിൽ വളരെ കുറവാണ്. രൂപകൾ പണയും പ്രത്യേകതകളും. ഭൂരിഭാഗം നോട്ടുകളുടെയും മുൻവശത്ത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം കാണാം. നോട്ടിന്റെ മറുഭാഗത്ത് ദേശീയ സ്മാരകങ്ങൾ, പള്ളികൾ, ഉദാഹരണത്തിന് ഷാദ് ഗുംബജ് പള്ളി, കാർഷിക രംഗം, സുന്ദർബൻ വനങ്ങൾ തുടങ്ങിയവ ചിത്രീകരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, 2025 മുതൽ പുറത്തിറങ്ങുന്ന പുതിയ നോട്ടുകളിൽ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്ക് പകരം രാജ്യത്തിന്റെ സാംസ്കാരിക അടയാളങ്ങൾക്കും പ്രകൃതി ദൃശ്യങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിനിമയ നിരക്ക്. ഏകദേശ കണക്ക്. 2026 മാർച്ച്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നിരക്കുകളിൽ വ്യത്യാസം വരാം. നിലവിലെ ഏകദേശ നിരക്ക് ഇപ്രകാരമാണ്.